ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോകാം കേട്ടോ. അതായത് മധുരക്കിഴങ്ങ് ഇഷ്ടമില്ലാത്തവരാരും ഇല്ലെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇത് ചുട്ടെടുത്താലാണ് നല്ല രസം ഉണ്ടാവുക കേട്ടോ. ചുട്ടെടുക്കാൻ ഇപ്പോൾ ഏതായാലും ഞാൻ ചുട്ടെടുക്കുന്നില്ല, ഇതാ കുക്കറിൽ വേവിക്കുകയാണ് ചെയ്യണേ. അപ്പോൾ അത് നമുക്ക് വൈകുന്നേരം 4 മണിക്ക് സ്നാക്സായിട്ട് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഞാനിത്തിരി ചെറിയ ഉള്ളി, പച്ചമുളക്, വെള്ള കാന്താരി, പിന്നെന്താ ഉപ്പും ചേർത്ത് നന്നായി ചതച്ചെടുത്തിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഇത് മധുരക്കിഴങ്ങ് ഞാൻ അരിഞ്ഞെടുത്തിട്ട് തൊലി കളഞ്ഞിട്ടാണ് വെക്കണത് കേട്ടോ. ഇവിടെ തന്നെ ഉണ്ടായതാണിത് കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാവണതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വരെ കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് മരച്ചീനി ഉണ്ട് ഇവിടെ. മധുരക്കിഴങ്ങ് എങ്ങനെയാണ് നമ്മൾ കുഴിച്ചിടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പിടാതെയും വേവിക്കാട്ടോ. ഞാൻ ചുട്ടെടുക്കുകയാണെങ്കിൽ ഉപ്പിടാതെയാണ് നല്ല ടേസ്റ്റാണ്. ചുട്ടെടുത്താൽ നല്ല മധുരം ഉണ്ടാവും. ഈ വെള്ളക്കാന്താരിയാണ് ചേർത്തത് ഞാൻ. ഉള്ളി പിന്നെ വേറെ ഒന്നും ചേർത്തിട്ടില്ല, ഉപ്പും വെളിച്ചെണ്ണയും. ഇത് മാത്രമേ ഉള്ളൂ. നല്ല അതൊന്നും വേണ്ട, നമുക്ക് വെറുതെ കഴിക്കാനും എനിക്ക് ഇഷ്ടം കേട്ടോ. അത് വെളിച്ചെണ്ണ ആവശ്യത്തിലുള്ള നമുക്ക് ഒഴിക്കാം. എത്ര ഒഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. വെള്ളക്കാന്താരി ആയാൽ നല്ല എരിവും ഉണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെയൊക്കെ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സപ്പോർട്ട്, സബ്സ്ക്രൈബ്, ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കഷ്ണം എടുത്തിട്ട് കഴിച്ച് നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. നമ്മൾ വെള്ളത്തിൽ ഇട്ട് വേവിക്കുന്നതിനെക്കാട്ടും നല്ല ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ഞാൻ ചുട്ടെടുക്കുക. ഇതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോയുടെ അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. കഴിച്ചു നോക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടോ. നല്ല ഇത് മധുരക്കിഴങ്ങ് എനിക്ക് കപ്പയും കാട്ടും ഇഷ്ടം. എനിക്ക് മധുരക്കിഴങ്ങ് തന്നെയാണ്. മധുരക്കിഴങ്ങിന് നല്ല മധുരമുള്ള കാരണം നമ്മൾ പുഴുക്കുണ്ടാക്കുമ്പോഴേ ഒരു കഷ്ണം മധുരക്കിഴങ്ങ് ഇടുകയാണെങ്കിൽ ആ പുഴുക്കിന് തന്നെ നമുക്കൊരു ഇത് മധുരത്തിൻ്റെ ഒരു ഇത് വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അതായത് ഞാൻ എങ്ങനെയാണ് മധുരക്കിഴങ്ങ് എൻ്റെ ഇത് മുളപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കഷ്ണം മാറ്റി വെച്ചു. അത് ഈ വാഷ് ബേസിൻ്റെ അവിടെ വെറുതെ ഇങ്ങനെ, വാഷ് ബേസിൻ്റെ അല്ല സിങ്കിൻ്റെ അവിടെ വെറുതെ ഇങ്ങനെ ഇടുകയുള്ളൂ. അപ്പോൾ അതേ കണ്ടോ, അത് മുളച്ച് വന്നിരിക്കുന്നുണ്ട്. ആ വെള്ളം തട്ടിയിട്ട് അങ്ങനെ മുളച്ച് വരും. ചീരയാണെങ്കിലും അത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ അതേ മുളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുഴിച്ചിടാനായിട്ട് വെച്ചേക്കാണ്. അപ്പോൾ അതായത് ഞാൻ മരച്ചീനിയും ഇതെല്ലാം ഞാനിന്ന് രാവിലെ തന്നെ അത് ബാഗിലാക്കിയിട്ടുണ്ട്. ഗ്രോ ബാഗിൽ ചവറില്ലേ, നമ്മുടെ അടിച്ചു വരുമ്പോൾ കിട്ടുന്ന ചവറും ഏറ്റവും അടിയിലിടുക. അത് കഴിഞ്ഞതിന് ശേഷം മണ്ണും നമ്മുടെ പറമ്പിലെ മണ്ണ് ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാനിതിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ ഞാനിവിടെ ജാതിയുടെ ഇതുണ്ട്, അതിൻ്റെ മുകളിലേക്ക് അങ്ങ് പടർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ആകുമ്പോഴേക്കും നമുക്ക് പറിച്ചെടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.